ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എങ്കിലാണ് വീഡിയോസ് കൂടുതലിടുക. ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് കൂടുതലും സിനിമകളുടെ റിവ്യൂസും പിന്നെ അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുള്ള അതിൻ്റെ റിവ്യൂസുമാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, എങ്കിലും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പം ഞാനിന്നിപ്പോൾ ആദ്യമായിട്ട് ഒരു മൂവി പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. 11 എന്നുള്ളൊരു തമിഴ് മൂവിയാണ്. തമിഴിലും അത് തെലുങ്കിലുമാണ് മൂവി ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ആമസോൺ പ്രൈമിലാണ് ആ വീഡിയോ കണ്ടത്. 2 ദിവസമായി വീഡിയോ കണ്ടിട്ട്. മെയ് 25-ന് പറ്റിയാണ് അതിൻ്റെ റിലീസ് ഉണ്ടായിരുന്നത്. സാധാരണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ കൂടുതലും ത്രില്ലറും പിന്നെ അതേപോലെ തന്നെ നല്ല കോമഡി, ഈ 2 ടൈപ്പാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ പറയണ എൻ്റെ മാത്രം കണ്ടിട്ടുള്ളൊരു എനിക്ക് എന്ത് തോന്നിയെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഈ മൂവി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ജനറേഷനിൽ എല്ലാവരും ഒരു ത്രില്ലർ മൂവീസാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പറയും, കാണാൻ പറയും. ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരും ഞാൻ പറഞ്ഞു. ഈ മൂവി അതുപോലെയാണ്, ഒരു ത്രില്ലർ ജേണറിൽ പോണ ഒരു മൂവിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അത് ഫസ്റ്റ് തന്നെ ഈ ഒരു മൂവി സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ത്രില്ലർ മൂവീസ് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്, എന്ത് സംഭവിക്കും, നെക്സ്റ്റ് എന്താണ്, ട്വിസ്റ്റുകൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എല്ലാവർക്കും. അതാണ് ത്രില്ലർ മൂവീസിനോടുള്ള താല്പര്യം കൂടാൻ കാരണം. സാധാരണ മൂവീസ് പോലെ നമുക്കൊരു ഫസ്റ്റ് കുറച്ച് ഇൻട്രോ ഒക്കെ തന്നിട്ട് പിന്നെ കഥയിലേക്ക് കിടക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഈ മൂവിയിലില്ല. 11 എന്നാണ് കേട്ടോ മൂവിയുടെ പേര്. അപ്പോൾ അങ്ങനെയല്ല, സ്റ്റാർട്ടിങ് മുതലേ ഒരു നല്ലൊരു എന്താ പറയുക, ഇതൊരു ഫുള്ളി ഒരു ഡാർക്ക് മോഡിലുള്ള ഒരു മൂവിയാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവും, സെറ്റ് ആവും. അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. ത്രില്ലർ മൂവീസിന്റെ ഒരു മെയിൻ അതിന്റെ ഫസ്റ്റ് ഒരു ഔട്ട് എന്താ പറയാ, അതിന് ടോട്ടലി ഉള്ള ഒരു സിനിമാറ്റോഗ്രാഫി എന്ന് തന്നെ പറയാം. സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നവീൻ ചന്ദ്രൻ ആളാണ് ഇതിൽ നായകൻ. തമിഴ് മൂവീസിലും തെലുങ്കിലും ഒക്കെ കൂടുതലായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പുള്ളി ഈ സിനിമയിൽ വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയാനില്ല. ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ കുറച്ച് നല്ല സീരിയസ് മൂഡിൽ പോണ ഒരു മൂവിയാണ്. അപ്പോൾ ആളത് കറക്റ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻ, ഓവർ എക്സ്പ്രഷൻ ഇടാതെ അല്ലെങ്കിൽ ഒരു ഹ്യൂമർ പോലത്തെ ടൈപ്പ് ഒന്നും കൊണ്ടുവരാൻ നല്ല രീതിയിൽ പോലീസ് കഥാപാത്രമായിട്ടാണ് പുള്ളി ഇതിൽ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. ഫസ്റ്റ് പറയാനുള്ളത് ഇതിൽ ആ കാര്യമാണ്. പിന്നെ നമ്മളെല്ലാവരും ത്രില്ലർ മൂവീസിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിത്തെരിച്ചിരിക്കുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ രാക്ഷസനാണ്. അതെല്ലാവർക്കും അതന്നെയാണ്, 100% അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ രാക്ഷസിന്റെ മേലെ ഒരു സിനിമ ശരിക്കും ഇതുവരെ വന്നിട്ടില്ല, അത് സത്യം തന്നെയാണ്. അത് വരില്ല, കാരണം ആ ലെവലിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. വില്ലന്റെ റോള് വേറെ ലെവലിലാക്കി വെച്ചിരിക്കുന്ന ആ സിനിമയിലാണ്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിൽ കൂടെ ഈ മൂവി നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം സ്റ്റോറി ആണെങ്കിലും വരുന്ന ട്വിസ്റ്റുകളാണെങ്കിലും ക്ലൈമാക്സ് ആണെങ്കിലും വേറെ ലെവല്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാനം ക്ലൈമാക്സ് എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് കണ്ട് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെന്താ പറയുക, കോരിത്തരിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് അല്ലേ, ആ ഒരു സെക്കൻഡിൽ എത്തി ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ, അങ്ങനെ സിനിമ കൊണ്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു മൂവി തന്നെ സെലക്ട് ചെയ്യാൻ കാരണം ഇപ്പൊ ആമസോൺ പ്രൈമിൽ ലൈവായിട്ട് റണ്ണിങ് ആണ്.
നല്ല രീതിയിൽ എല്ലാവരും റിവ്യൂസ് ആ മൂവിക്ക് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതാണ് അതിന്റെ മെയിൻ. പിന്നെ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും കഥ കഥ അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കണ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്കൂൾ സ്റ്റോറിയാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. ഭയങ്കരമായിട്ട് അത് ചിലവർക്ക് അത് പെട്ടെന്ന് അത് കണക്റ്റ് ആവും. അത് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ അഭിനയിച്ച കുട്ടികളും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പയ്യന്മാര് ആണ്, ഞാൻ പറയുന്നില്ല, ടോട്ടലി എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം നമ്മൾ ഇതുവരെ നോർമലി കണ്ട ത്രില്ലർ മൂവീസോ അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല, കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബോറടിക്കാതെ അവസാനം വരെയും കാണാൻ പറ്റണം. അതൊക്കെയാണ് എല്ലാവരുടെയും ഒരു സിനിമ എന്ന് പറയുമ്പോൾ കൂടുതൽ ആഗ്രഹം. ചിലതിൽ ചില സൈഡിൽ കുറച്ച് ലാഗ്. ഇതിൽ അതുപോലെ തന്നെ ഒരു ഇവരിന്റെ കുറച്ച് നടിയായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇതിൽ ഒരു കുറച്ച് സമയമേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് ഉണ്ടാവും. അതൊന്നും ഇതിൽ കയറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്ന മൂവിക്ക്. പക്ഷെ അതും ലാസ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും ഒരു മോശമായിട്ട് നമുക്കത് പറയാനും പറ്റില്ല. ടോട്ടലി അടിപൊളിയായിരുന്നു മൂവി. അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം. ത്രില്ലർ മൂവീസ് ആയതുകൊണ്ട് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്, അത് എനിക്കും ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. അപ്പൊ എൻ്റെ ഫസ്റ്റ് മൂവി ഇതാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സ്റ്റോറി നോർമൽ ആയിരുന്നു, അതല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതലായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഞാൻ എൻ്റെ പേര് പറഞ്ഞില്ല, അജിത്ത് എന്ന പേര്, അജിത്ത്. അത്രേ ഉള്ളൂ. ശരി, വീഡിയോ കാണാം, അഭിപ്രായങ്ങൾ പറയാം. അതേപോലെ മൂവി കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.